ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തേത് ഒരു വേറെ ട്രാവൽ ബ്ലോഗാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സൂവിലോട്ടാട്ടോ. സൗത്ത് ഏഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സൂവായ അരിഞ്ഞാർ അണ്ണ സുവോളജിക്കൽ പാർക്ക്, വണ്ടല്ലൂർ സൂ എന്നും പറയും. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സോ യാത്രയ്ക്ക് ഉടനീളമുള്ള കുറച്ച് കാഴ്ചകളും സൂവിലെത്തിയിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ഓൾ ടു അവർ വീഡിയോ. നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. ആക്ച്വലി ഈ സൂവിലോട്ട് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 hours എങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ബിക്കോസ് അത്രത്തോളം അവിടെ കാണാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു 8 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു. പക്ഷേ ഇറങ്ങി വന്നപ്പോഴേക്കൊരു 10 മണിയായി. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ 2 വീലറിനാണ് പോയത്. സോ വഴി മൊത്തം നല്ല വെയിൽ കൊണ്ടാണ് ഞങ്ങൾ സൂവിലെത്തിയത്. നമുക്കൊരു 30 minutes ജേണി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ½ an hour ജേണിയുള്ളൂ. പോരൂർന്ന് സൂ വരെ ഒരു 23.2 kilometer ജേണിയാണുള്ളത്. നമ്മളങ്ങനെ സൂ എത്തി. നമുക്ക് ആദ്യം 2 വീലർ പോയി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നാണ് സൂവിലോട്ടുള്ള എൻട്രൻസിലോട്ട് കയറുന്നത്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. 2 വീലർ പാർക്കിങ്ങിന് 40 rupees ആണ്. അതേപോലെ തന്നെ കാറ്, ജീപ്പ് അതിനൊക്കെ 150 rupees ആണ് പാർക്കിംഗ് ഫീ. പാർക്കിങ്ങിനോട് തൊട്ടടുത്ത് തന്നെ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പാർക്കിങ്ങിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാനും പമ്മൂസും കൂടെ വെയിറ്റ് ചെയ്തു. ചേട്ടൻ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം സൂവിലോട്ടുള്ള. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സൂവിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിലെ ഫസ്റ്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത സൂ ആണെന്നാണ് ഇതറിയപ്പെടുന്നത്. 1855. ഇതിൻ്റെ ആദ്യത്തെ പേര് മദ്രാസ് സൂ എന്നായിരുന്നു. പിന്നീടാണത് വണ്ടല്ലൂർ സൂ അല്ലെങ്കിൽ അരിഞ്ഞാർ അണ്ണ സുവോളജിക്കൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത്. സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് സൂ ആണ്. 602 hectares ഓഫ് ലാൻഡ് വിസ്തീർണമുള്ള ഒരു വലിയ സൂ തന്നെയാണിത്. 1985 ഇപ്പം നമ്മൾ ഈ കാണുന്ന വണ്ടല്ലൂർ സൂ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തത്. 172 സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്ന 2300ഓളം വൈൽഡ് ആനിമൽസ് വണ്ടല്ലൂർ സൂവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ടിക്കറ്റ് പ്രൈസ് അഡൽറ്റിന് 200 രൂപയാണ്. അതേപോലെ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ടിക്കറ്റ് ഇല്ല. പിന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സൂവിലോട്ട് കയറുവാണ്. ഈ സൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ്, പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ എൻട്രൻസിൽ തന്നെ അവർ തരുന്നൊരു എക്കോ ഫ്രണ്ട്ലി ബാഗുണ്ട്, പേപ്പർ ബാഗ്. അതിലവർ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് തന്നു വിടുന്നതാണ്. സൂവിൻ്റെ ടൈമിങ്സ് വരുന്നത് ട്യൂസ്ഡേ സൂ വർക്കിംഗ് അല്ല. മൺഡേ പിന്നെ ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ 9 AM to 5 PM ആണ്. ടിക്കറ്റ് ബുക്കിംഗ് 4:30 ക്ലോസ് ആകും. ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറേ നമ്മൾ നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ മെയിനായിട്ടുള്ള സൂവിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പം കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ലയണിൻ്റെയും അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ. ഇതും 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ചെന്ന സമയത്ത് നല്ല വെയിലായതുകൊണ്ട് കളിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് നമ്മൾ കയറി കാണുകയുണ്ടായി. കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനായിട്ട്.
അടുത്തത് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ഇവിടെ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിലും അതേപോലെ AC ബസ്സിലും സൂ ചുറ്റി കാണാനായിട്ടുള്ളൊരു പ്രൊവിഷനുണ്ട്. ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിൽ ഒരു 150 റുപ്പീസാണ് അഡൽറ്റിന്, ചൈൽഡിന് 50 റുപ്പീസും. അതേപോലെ നമ്മൾ ബസ്സിൽ ലയൺ ഡിയർ സഫാരി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് കാണണമെങ്കിൽ അതിനും 150 രൂപ, ചിൽഡ്രന് 50 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ 2 ടിക്കറ്റും എടുത്തായിരുന്നു. അതിൽ ഫസ്റ്റ് ഞങ്ങൾ ലയൺ സഫാരി കാണാനായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള കൗണ്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ലയൺ ഡിയർ സഫാരി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വളരെ അടുത്ത് ലയണിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അത്യാവശ്യം കുറേ നേരം ബസ്സിൽ ഇന്ന് യാത്ര ചെയ്തു കേട്ടോ. കുറച്ച് ബോറിംഗ് ആയിരുന്നു, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ കുറച്ച് ഹൈ ആയിരുന്നു. എൻ്റെ ലയണിനെ കാണാം, ഡിയറിനെ കാണാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് കുറേ നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ബസ്സിലിരുന്നു. ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അതായത് ഓരോ പ്രൊവിൻസിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴും ഒരു സൈഡിലത്തെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ബസ് അതിൻ്റെ ഉള്ളിൽ കയറ്റും. അത് കഴിഞ്ഞ് ഒരു സൈഡിലെ ഗേറ്റ് ക്ലോസ് ആക്കും. അതായത് നമ്മൾ കുറച്ച് നേരം ആ ഒരു സ്പോട്ടിൽ വെയിറ്റ് ചെയ്യിക്കണം. എന്നിട്ടാണ് വേറൊരു സെക്യൂരിറ്റി വന്ന് അടുത്ത ഗേറ്റ് ഓപ്പൺ ആക്കി നമ്മൾ അടുത്ത പ്രൊവിൻസിലോട്ട് വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷനിലായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിയറിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തത് ലയൺ സഫാരിയിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗേറ്റ് ക്ലോഷർ ഏരിയ. അങ്ങനെ കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു ലയണിനെ കാണാൻ പറ്റി. ഭയങ്കര വീക്കായിട്ടുള്ള 2 ലയണായിരുന്നേ. പമ്മൂസ് പറയണ്ടല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തൊട്ടടുത്ത് ഇങ്ങനെ 2 ലയണിനെ കണ്ടത്. എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അധികം നേരം നിർത്തിയില്ല, കുറച്ച് നേരം നിർത്തി ലയണിനെ കണ്ട് പിന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ സൂവിലോട്ടാണ് പോകുന്നത്. ഡിയർ സഫാരി, ലയൺ ഡിയർ സഫാരി ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പോയ ടൈമിൽ കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നേ സൂ കാണാനായിട്ട്. കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഇവിടെയും കുറേ മാനുകൾ ഓടി നടപ്പുണ്ടായിരുന്നു. ഈ സൂവിൽ കുറേ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നത് ഈ മാനുകളെയാണ്. ഞങ്ങൾ സഫാരി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലഞ്ച് ടൈമായി. നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. സൂവിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കഫറ്റേരിയ ഉണ്ട്. അവിടെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 റുപ്പീസ് ഇവർ തിരിച്ചു തരും. അതായത് മൊത്തത്തിൽ റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. അതിൽ ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ 10 റുപ്പീസ് നമുക്ക് തിരിച്ചു തരും. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു 70 തിയേറ്റർ ഉണ്ട് ഇവിടെ. ആ 70 തിയേറ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 70 തിയേറ്റർ. ആനിമൽസ് റിലേറ്റഡ് ഒന്നുമല്ല കേട്ടോ തിയേറ്ററിൽ കാണിക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതി കുറച്ച് മറ്റേ റേസിംഗ് കാറുകൾ അങ്ങനെയുള്ള കുറച്ച് റൈഡ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. തിയേറ്ററിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴേക്കും പമ്മൂസിന് പേടിയായേ. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ആളെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ ഫുൾ വീഡിയോ കണ്ടത്. ഇടയ്ക്ക് വെച്ച് ഇറങ്ങാനും പറ്റില്ലായിരുന്നു, കാരണം ഇതൊക്കെ കിടന്നിങ്ങനെ കുലുങ്ങുമല്ലേ ചെയറൊക്കെ. നല്ല കരച്ചിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ റേസിംഗ് കാറിൻ്റെയൊക്കെ വീഡിയോ വന്നപ്പോഴേക്കും ആൾക്ക് ഇഷ്ടമായി. അപ്പം പിന്നെ ആൾ ഓക്കെ ആയി. സൂവിൻ്റെ ഉള്ളിൽ ഉടനീളം കഫറ്റേരിയാസും 6 വാട്ടർ സപ്ലൈ സ്റ്റേഷൻസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ വീട്ടിൽ നിന്നേ ഒരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മേടിക്കേണ്ട, കാരണം നടക്കുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് 6 വാട്ടർ സപ്ലൈ സ്റ്റേഷൻസ് കാണാം. അവിടെ നിന്ന് നമ്മൾ വെള്ളം റീഫിൽ ചെയ്താൽ മാത്രം മതിയാകും. നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പോയ സമയത്ത്. അപ്പം അവിടെ തന്നെ കടയുണ്ടായിരുന്നു. എല്ലാവരും തൊപ്പി മേടിച്ച് വെക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു തൊപ്പി മേടിച്ച് വെച്ചു. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പമ്മൂസിന് പിന്നെ ഓൾറെഡി തൊപ്പിയും കണ്ണടയൊക്കെ വീട്ടിൽ നിന്നേ കൊണ്ടുവന്നതുകൊണ്ട് ആളവിടെ എത്തിയപ്പോൾ തന്നെ അതൊക്കെ വെച്ച് നല്ല ഷൈൻ ചെയ്ത് നടക്കുമായിരുന്നു. സൂവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്സുകളും ഉണ്ടായിരുന്നു.
അതായത് ഷോക്കേസ് പീസുകൾ, പാവകൾ, ക്യാപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളും ഉണ്ടായിരുന്നു. ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് ക്യാപ്പ് മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. അടുത്തത് ഞങ്ങൾ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ കയറാമെന്ന് വിചാരിച്ചു. നല്ല ക്യൂ ആയിരുന്നു. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഇതിൻ്റെ എടുത്തത് കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ക്യൂവിലിരുന്നു. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം ആ ക്യൂവിലിരുന്നിട്ടാണ് ഞങ്ങളുടെ ടേൺ എത്തിയത്. ഫൈനലി നമ്മുടെ ബഗ്ഗി വാൻ വന്നു. നമ്മളതിൽ കയറി സൂ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ്. ഈ ഒരു ബഗ്ഗി വാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സൂവിനെ കാണിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കുറച്ച് മെയിൻ അട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ലയൺ, ടൈഗർ, അങ്ങനെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഇവർക്കറിയാം. അവിടെ മാത്രം നമ്മളെ കൊണ്ടുപോയി ആക്കിയിട്ട് നമുക്ക് ആ പോയിന്റിൽ കുറച്ച് നേരം നമുക്ക് ഒരു 10 മിനിറ്റ്സ് നിർത്തി തരും. അപ്പോൾ നമുക്ക് പോയിട്ട് അവർ പറഞ്ഞു തരും ഏതൊക്കെ ആനിമൽസ് എവിടെയാണ്. നമുക്ക് പോയി കണ്ടിട്ട് അവർ പിന്നെ അത് കഴിയുമ്പോഴേക്കും ടൈം ആകുമ്പോഴേക്കും അവർ വിസിലടിക്കുമ്പോൾ തിരിച്ച് വണ്ടി വന്ന് കയറണം. അവരടുത്ത മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കും. അപ്പം നമുക്ക് കംപ്ലീറ്റ് സൂ ഇവർ നിർത്തി കാണിച്ചു തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പം ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആനിമൽസ് ഉണ്ട്, പക്ഷെ അവരവിടെ നിർത്തി തരാത്തത് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് വീഡിയോയിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു ബംഗാൾ ടൈഗർ ഉണ്ട്, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ. വീഡിയോയിൽ നോക്കിയപ്പോൾ എനിക്കും അത് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ലയൺ സഫാരിയിൽ കണ്ട ലയണിനെ കൂടാതെ നമുക്ക് സൂവിൽ കാണാൻ കഴിയുന്ന ലയണാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമുക്ക് ടൈം ആകുമ്പോൾ വിസിലടിക്കും. നമ്മൾ ബഗ്ഗി വാനിൽ തിരിച്ച് കയറി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. പമ്മൂസ് ആകെ ഉറക്കപ്പിച്ചാട്ടോ, ആകെ ടയേർഡുമാണ്. അതാണ് കേട്ടോ ആളങ്ങനെ കിറിഞ്ഞിരിക്കുവാണ്, ആൾ ഉറക്കം വന്നിട്ട്. ആ കാണുന്നത് വൈറ്റ് ടൈഗറാണേ. ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ബഗ്ഗി വാനിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യിക്കുന്നൊരു സംഭവം കണ്ടേ. എന്താ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലായില്ല. കുറേ കുട്ടികൾ അതിൻ്റെ അടിയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മേത്ത് വെള്ളം വീടില്ല കേട്ടോ, വാനിൻ്റെ ഉള്ളിലായതുകൊണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ നമ്മൾ കയറിയത് റെപ്റ്റൈൽസിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷനിലായിരുന്നു. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇങ്ങനെ കൂട്ടിലിട്ട് നമുക്കത് കാണാൻ കഴിയും. ഞാൻ കംപ്ലീറ്റ് ആയിട്ടത് വീഡിയോയിൽ കവർ ചെയ്തില്ല, കാരണം അത്രത്തോളം വെറൈറ്റികളുണ്ടായിരുന്നു അവിടെ.
ഈ കാണുന്നത് ബഗ്ഗി വാനിലിരുന്ന് ഞങ്ങൾ കണ്ട എലിഫൻ്റ് ആണ്. ഇതിന് ശേഷം ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് ഒന്നും കൂടി ഈ സ്ഥലത്ത് വന്നായിരുന്നു, കുറച്ചും കൂടി അടുത്ത് കാണാനായിട്ട്. അക്വേറിയം ആട്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഫിഷിൻ്റെ കളക്ഷൻസ് ഒക്കെ. ഞങ്ങൾ ബഗ്ഗി വാനിൽ ഇരുന്നിട്ട് അത് കാണാൻ പോയില്ല. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് സൈക്കിളിൻ്റെ ഒരു ടിക്കറ്റും കൂടി എടുത്തു. അതായത് കൊച്ചിനെ ഇരുത്തി ചവിട്ടാൻ പറ്റുന്ന ഒരു സൈക്കിളും അതേപോലെ എനിക്കൊരു ലേഡി സൈക്കിളും കൂടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് പ്രൈസ് ഫസ്റ്റ് നമ്മളൊരു ഡിപ്പോസിറ്റ് 600 റുപ്പീസ് കൊടുക്കണം. ലേറ്റർ മണിക്കൂറിന് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു 80 റുപ്പീസാണ് സൈക്കിൾ റൈഡിനായത്. സൈക്കിൾ എടുത്ത് ഞങ്ങൾ വീണ്ടും ഈ ബഗ്ഗി വാനിൽ പോയ അതേ റൂട്ടിൽ കൂടി തന്നെ ഞങ്ങൾ ചവിട്ടി നടന്നു. കുറച്ച് ആനിമൽസിനെയൊക്കെ കാണാതെ പോയതിനൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാനായിട്ട്, മെയിൻലി പമ്മൂസിനെ കാണിക്കാനായിട്ടാണ്. പിന്നെ ഞങ്ങൾ അക്വേറിയത്തിൽ കയറി. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫിഷ് അതിനകത്തുണ്ടായിരുന്നു. അതും ഒരു റൗണ്ട് ഞങ്ങൾ കണ്ടിട്ട് നേരെ ഇറങ്ങി. പമ്മൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം ഇത് കുറച്ച് നല്ല രസമായിരുന്നു. ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ ഈ ചില്ലും കൂട്ടിൽ ഫിഷിനെ ഇട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അത് പീക്കോക്കാണ് കേട്ടോ. പീലി വിടർത്തുന്നത് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ എടുത്ത് ക്യാപ്ചർ ചെയ്തതാണ്.
ഏറ്റവും ഇഷ്ടമായത് ഈ സൈക്കിൾ സഫാരി ആട്ടോ. ആൾക്ക് ബാസ്കറ്റിൽ ഇരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെയെങ്കിലും നിർത്തിയാൽ അപ്പം പറയും ആ സൈക്കിളിലോട്ട് കയറാം എന്ന് പറയും. ആൾക്കത് ഭയങ്കര ഇഷ്ടമായി ആ ഫ്രണ്ടിലിരുന്ന് അങ്ങനെ പോകാനായിട്ട്. ഒരു 4:15 ആയപ്പോഴേക്കും എല്ലാവരും തിരിച്ച് കയറ്റി തുടങ്ങി. അതായത് ഞങ്ങൾ സൈക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചവിട്ടുമ്പോഴേക്കും ഇതേപോലെ വാനിൽ വന്ന് വിസിലടിച്ചിട്ട് സെക്യൂരിറ്റിക്കാർ പറയും തിരിച്ച് നേരെ എൻട്രൻസിലോട്ട് സൈക്കിൾ ചവിട്ടി വരാനായിട്ട് നമുക്കൊരു വാർണിംഗ് തരും. അതായത് സൂവിൻ്റെ ടൈമിങ് ആ സമയം തീരാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ എൻട്രൻസിലോട്ട് ചവിട്ടി പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് കണ്ട കാഴ്ചകളാണ് ഞങ്ങളിപ്പം വേഗം ഒന്ന് കവർ ചെയ്തത്. ഹിപ്പോപ്പൊട്ടാമസൊക്കെ ഇത് ഞങ്ങൾ കംപ്ലീറ്റ് സൂ കവർ ചെയ്തിട്ടില്ല. ഇനിയും ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൈക്കിൾ ചവിട്ടി മതിയായിരുന്നു. നല്ല വെയിലും ഒക്കെ ആയിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. എത്രത്തോളം ജ്യൂസും വെള്ളവും കുടിച്ചെന്ന് ഉള്ള കണക്കില്ല കേട്ടോ. കാരണം അത്രത്തോളം വെയിലായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുപോലെ പമ്മൂസും ഫുൾ വെള്ളം കൂടിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സൂ ക്ലോസിങ് ടൈമായി. എനിവേയ്സ് നല്ലൊരു വിസിറ്റായിരുന്നു. പിള്ളേർക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നമുക്കാണെങ്കിലും. കാരണം ഈ പറഞ്ഞ പോലെ ലയൺ സഫാരി, ബസ്സിലൂടെയുള്ള യാത്ര, നമുക്ക് സൈക്കിൾ റൈഡ്, ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിൽ അങ്ങനെ റൈഡ്, അങ്ങനെ പല പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 to 5 hours ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള വിസിറ്റ് പ്ലാൻ ചെയ്യുക വരുന്നവർ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.